പിയേഴ്സൺ മാഷ് പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയും ടെലിവിഷനിലൂടെയുള്ള ചാനലുകളുമൊക്കെ വരുന്നതിന് മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ, UDF റിലയൻസിൻ്റെ മുദ്ര കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ഒരു പരസ്യം തയ്യാറാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ടെലഫോൺ പോസ്റ്റുകളും വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് ഒരു ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ക്യാപ്ഷൻ വാഴുന്നോരും വീഴുന്നോരും എന്നുള്ളതാണ്. 2 ഫോട്ടോസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗി, ചികിത്സയിൽ കിടക്കുന്ന ഒരു രോഗി നഗ്നനായിട്ട് ആരോരും നോക്കാനില്ലാതെ ഉറുമ്പരിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ. പത്രപ്രവർത്തക ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടിയ ഫോട്ടോ ആണത്. അതിന് താഴെ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ ബനിയനൊക്കെ ഇട്ടിട്ട് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ. അടിക്കുറിപ്പായിട്ട് വാഴുന്നവരും വീഴുന്നവരും. സംഭവം എന്താണ്? VSന് ഒരു ചികിത്സ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ കാലയളവിലാണ് തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു രോഗി നിലത്ത് ഉറുമ്പരിച്ച് കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒരു പത്രപ്രവർത്തകൻ VSനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യാവസ്ഥ, താങ്കൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യും? താങ്കളിപ്പോൾ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുകയല്ലേ? ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലൊന്നും പരീക്ഷിക്കാൻ ഇട്ടുകൊടുക്കാനുള്ളതല്ല എൻ്റെ ശരീരം. അദ്ദേഹത്തിൻ്റെ കമൻ്റ് അതായിരുന്നു. ഈ രോഗിയുടെ അവസ്ഥയും പാർട്ടി സെക്രട്ടറിയുടെ അന്നത്തെ കമൻറ്റും ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് മുദ്ര കമ്മ്യൂണിക്കേഷൻസ് വാഴുന്നോരും വീഴുന്നോരും എന്നുള്ള വളരെ അർത്ഥവത്തായ ടൈറ്റിൽ കൊടുത്തിട്ട് ഈ പോസ്റ്റർ തയ്യാറാക്കിയത്. ഈ പോസ്റ്റർ കേരളത്തിൽ ഉടനീളം ഉള്ള ടെലഫോൺ പോസ്റ്റുകളിൽ വളരെ നീണ്ട അർത്ഥവത്തായ ഒരു ലേഖനത്തെക്കാളും ഗുണം ചെയ്തൊരു ഇതായിരുന്നു. അത് UDFനെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വരുന്ന വഴിയാണ് നേരത്തെ ഹരി സൂചിപ്പിച്ച ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. അന്ന് VS അച്യുതാനന്ദൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണതാണ് വലിയ അപകടമായിട്ട് മാറിത്തീർന്നത്. കാരണം സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ചാകാനും കൊള്ളാവുന്ന സ്ഥലമാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിടെ ചികിത്സിക്കാനായിട്ട് പറ്റുന്നതല്ല എന്ന സെൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മുഴുവനും അതിനെതിരെ വരികയാണ് ചെയ്യുന്നത്. ആ ഇരച്ചുകയറ്റമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് UDFൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉണ്ടാകും. പക്ഷേ എങ്ങനെയാണത് ഫലപ്രദമായിട്ട് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ അടിച്ചിടാനായിട്ട് കഴിയുക. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ റിലയൻസിൻ്റെ ഈ പരസ്യത്തിൻ്റെ വാചകവും പിന്നെ ആ പോസ്റ്ററുകളുടെ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഇതൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് ഇന്നിപ്പോൾ അതിനെയൊക്കെ മറികടക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലെ ഇതും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായ ഈ ഡാമേജിനെ മറികടക്കാനുള്ള ശ്രമം LDF വളരെ ആസൂത്രിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് മോഹൻലാലിനെ കൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതലുള്ളൊരു അഭിമുഖം തയ്യാറാക്കിയിട്ട് ഇമേജ് വർധനവിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചതും. അല്ല, അവിടെ എന്താണെന്ന് വെച്ചാൽ, ഇത് പിണറായി വിജയനും ഇടതുപക്ഷം ഇപ്പോൾ ചെയ്ത ഒരു പരിപാടിയല്ല. ഇതിക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഇത് ചെയ്തതാണ്. മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യം നടത്തിയിരുന്നത്. 20 എന്നായിരുന്നു ആ പരസ്യത്തിൻ്റെയും യഥാർത്ഥത്തിൽ അതിൻ്റെ ഹെഡിങ് അത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഈ PR വർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുത്തകയൊന്നുമല്ല, എല്ലാവരും ഇത് ചെയ്യും. ആരാണോ അത് ഫലപ്രദമായിട്ട് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. അതാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് ദിവസങ്ങൾ ഇത്തരം പരിപാടികളൊന്നും ആസൂത്രണം ചെയ്ത് നടത്താനായിട്ട് സത്യത്തിൽ നേരമില്ലാത്ത ഒരു സാഹചര്യമാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. UDF നേരത്തെ അവർ നടത്തിയ ഒരു വിജയകരമായിട്ടുള്ള അവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്
ഈ എന്താണ് പുതിയ യാത്ര എന്ന് പറയുന്നത് പൂർത്തീകരിക്കാനും അതിന് സ്വീകാര്യ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല എന്നുള്ളതാണ്. പോസ്റ്റർ പരസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും സൃഷ്ടിക്കാം. കാരണം സോഷ്യൽ മീഡിയ അത്ര ശക്തമാണ്. സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം വാക്പോരുകൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളിൽ എത്രത്തോളം ഈ CPM-നെ പ്രതിരോധിക്കാനായിട്ട് UDF-ൻ്റെ സംവിധാനത്തിന് കഴിയും എന്നുള്ളത് വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിയേഴ്സൺ മാഷ് പറഞ്ഞ പോയിൻ്റൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള സംഗതി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നേരത്തെ നമ്മൾ വിലയിരുത്തിയ ഒരു കാര്യം, ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തമ്മിലടികളും നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോ ഫൈറ്റുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീതയിലൊരു ഇതുണ്ട്, നീ തന്നെയാണ് നിൻ്റെ ശത്രു. UDF-നെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ ഈഗോ ഫൈറ്റും അത് അവരുടെ ഓരോ സ്ഥാനമോഹം ഇതായിട്ടുള്ള മത്സരമൊക്കെ സ്വാഭാവികമായിട്ടും അനിയന്ത്രിതമായിട്ടിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് UDF-ൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതൊരു ആദ്യത്തെ സംഭവമായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കേണ്ടായിരുന്നു. UDF-ൽ സ്ഥിരം പരിപാടി. എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ വടക്കേക്കര നിയമമണ്ഡലത്തിൽ എന്താണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നൊരു കോൺഗ്രസ് നേതാവ് മത്സരിക്കാനായിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുന്നത് ഇവിടെ പറവൂരുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് മുൻപങ്കവലയിൽ വെച്ച് അദ്ദേഹത്തെ ഈ പറവൂരത്തെ കോൺഗ്രസ്സുകാരെ കൂടി കവളം മടലിൽ അടിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ആ സ്ഥാനാർത്ഥി തോറ്റില്ല എന്നുള്ളതാണ്. ആ അടി കൊണ്ടിട്ടും അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. കാരണം വടക്കേക്കരയിൽ ഒരിക്കലും CPM അല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റാരും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന വലിയ വിഭാഗതയെ തുടർന്ന് വൻ കുഴപ്പത്തിൽ പാർട്ടി വീണിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് കവളമടലിന് അടിയിട്ടിട്ട് പോലും ചന്ദ്രശേഖരൻ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലല്ലോ. സുധാകരൻ ഡൽഹിക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരുള്ളൂ. തർക്കപ്പോഴൊന്നും അവസാനിക്കില്ല, ഇനിയും തുടരും. അങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസ് അതിനെ പരാജയപ്പെടും എന്ന് നമ്മൾ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ല. നേരത്തെ ഇപ്പോൾ ഹരി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഭഗവത്ഗീതയൊക്കെ നമുക്കതിന് ഉപോത്ബലമായിട്ട് എടുക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ ശക്തി ശത്രു മാത്രമല്ല, കോൺഗ്രസിൻ്റെ ശക്തിയും യഥാർത്ഥത്തിൽ ഈ മത്സരങ്ങൾ തന്നെയാണ്, ഈ കിടമത്സരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട റിസൾട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ളതാണ്. അവർ ഭരണത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ജിജ്ഞാസയും ഉത്കണ്ഠയും നിലനിൽക്കുന്നത്. നേരത്തെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് അവർ എത്തിച്ചേരും. ഒരുപക്ഷേ ചിലപ്പോൾ അധികാരത്തിലേക്ക് അവർ വന്നേക്കാം. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് CPM എന്ത് ചെയ്യുന്നത്, പല തരത്തിലുള്ള ടാക്ടിക്സുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇരുവർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ ആ പരസ്യം എന്ന് പറയുന്നത്, അത് കുറേ മാറ്റങ്ങളൊക്കെ പിണറായിയുടെ ഇമേജിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം പിണറായിയുടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് നിൽക്കുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു സെക്യൂരിറ്റി മാനിയ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്നിടത്തൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ ആയിട്ട് പോകും. അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇമേജ്, ആ ഇമേജ് ചിരിക്കാത്ത, മനുഷ്യർ മോശമായിട്ട് പെരുമാറുന്ന ഒരാൾ എന്ന നിലക്ക് അവതരിപ്പിക്കുന്ന ഒരു ഇമേജാണ്. ആ ഇമേജിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇരുവർ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലും അദ്ദേഹവും തമ്മിൽ നടത്തുന്നതായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിൽ പിണറായി വിജയൻ്റെ ഈ ഭൂതകാലം, അദ്ദേഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കാലം, അതൊക്കെ അതിനകത്ത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇതൊക്കെ എങ്ങനെ ഈ സമൂഹത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യങ്ങളാണ്. പിയേഴ്സൺ മാഷ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ജനങ്ങൾക്ക് മുന്നിൽ ചില വസ്തുതകളും ചില ചരിത്ര സംഭവങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളം EMS തൊട്ട് ഒരുപാട് മുഖ്യമന്ത്രിമാർ, പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ചു പോയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അതൊരു ചരിത്ര വസ്തുതയായിട്ട് ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ ജനങ്ങളും മറന്നുപോയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കടക്കുപുറത്തെന്ന് പറയുന്ന സംഭവം എനിക്ക് വന്നത് കഴിഞ്ഞ
കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ജയിച്ചു. അപ്പോൾ ഇത് ആളുകൾ കാണുന്നുണ്ട്. നമ്മളാണ് ഇതിനൊക്കെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നത്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം എന്നില്ല. അല്ലെങ്കിൽ ഈ അനുകൂലികളായി നിൽക്കുന്ന ആളുകൾ, ആവേശഭരിതരായി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ആവേശം വർദ്ധിപ്പിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിണറായി വിജയൻ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NH-66 കേരളത്തിൽ വരാനായിട്ട് ഒരു നിമിത്തം എന്ന് പറഞ്ഞ പിണറായിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ ഒരു സർക്കാരിനും കഴിയുമായിരുന്നില്ല. VS അച്യുതാനന്ദൻ്റെ കാലത്ത് പോലും കഴിഞ്ഞില്ല, ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. അവിടെ ഈ എന്താണ് ഈ കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു കാർക്കശ്യം മർക്കടമുഷ്ടിയൊക്കെ ഉണ്ടല്ലോ, അതുപയോഗിച്ചിട്ടാണ് അന്ന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്താണ് വികസനം എന്നുള്ളതാണ്. അത് പല സർവേകളൊക്കെ നടന്നപ്പോൾ ആ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് ഈ വികസനമാണ്. അപ്പോൾ ഈ പലതരം നെഗറ്റീവ്സ് ഈ ഇടതുപക്ഷ മുന്നണി നായകനായിട്ടുള്ള പിണറായി വിജയനെ വേട്ടയാടുന്ന സമയത്ത് പോലും അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിൽ ഈ വികസന പ്രക്രിയകളും അതിൻ്റെ പരിപ്രേക്ഷ്യങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ബാലൻസറായി തീരുന്നത്. ഏകപക്ഷീയമായിട്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ UDF ജയിക്കാമായിരുന്നു. പക്ഷെ അത് ജയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ മറ്റു വലിയ വിഷയങ്ങളൊക്കെ വോട്ടർമാരുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഞാനീ പറഞ്ഞത് നേരത്തെ പിയേഴ്സൺ അത് ലാഘവത്തോടുകൂടി ചെറുതാക്കിയെടുക്കേണ്ട കാര്യമില്ല. കാരണം പല ഉപതെരഞ്ഞെടുപ്പുകളും സമീപകാലങ്ങളിൽ ഉണ്ടായപ്പോൾ, അതായത് തൃക്കാക്കര, അങ്ങനെ തൃക്കാക്കരയിലൊക്കെ ഓരോ മന്ത്രിമാർക്കും ഏതാണ്ട് ഓരോ പ്രവിശ്യ തിരിച്ചിട്ട് ഉത്തരവാദിത്തം കൊടുത്തേക്കായിരുന്നു. അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഉമ്മാ തോമസ് വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ചെയ്തത്. അത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ തീരെ അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. ജനങ്ങൾ ബോധവാന്മാരാകണമല്ലോ, അതിനുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്ത് മാത്രമാണ് LDF വരാനായിട്ട് കഴിഞ്ഞ്, ബാക്കി എല്ലായിടത്തും UDF ആണ്. UDF സീറ്റായിരുന്നു, അത് UDF തിരിച്ചു വന്നു. ഇത് LDF സീറ്റായിരുന്നു, LDF തിരിച്ചു വന്നു. ഒരു സീറ്റിൽ ആണ് അട്ടിമറി ഉണ്ടായത്, അത് അൻവറിൻ്റെ സീറ്റാണ്. അൻവറിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ, അതൊരിക്കലും LDF ജയിക്കാത്ത സ്ഥലമാണ്. അവിടെ LDF ജയിച്ചത് അൻവർ എന്ന് പറയുന്ന ഈ പറയുന്ന പലതരം സ്വാധീനമുള്ള ഒരു മുതലാളി മത്സരിക്കുന്നതിന് വേണ്ടി പുറത്തു വന്ന സമയത്ത് അയാൾ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ പോയപ്പോൾ അത് പോയി. അതല്ലാണ്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും ഈ കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വസ്തുതാപരമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കൂടി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം UDF ഭൂരിപക്ഷം കൂടുകയും LDF ജയിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണല്ലോ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്. അതൊക്കെ വെച്ച് നോക്കിയാൽ UDF ജയിക്കുകയുള്ളൂ. പക്ഷേ ഇതല്ല സംഭവം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല വിഷയങ്ങളും ആളുകളുടെ മുന്നിൽ കടന്നു വരികയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സിങ്ക് ചെയ്ത് തീരുമാനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രസക്തമായി തീരുന്നത്. അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണ് UDF ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നത്. അതില്ലാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു മത്സരക്ഷമത അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ക്യാരക്ടർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുമ്പോൾ ഈ കേരളത്തിലെ വോട്ടിൻ്റെ ശതമാനം ശരിക്കും ചെയ്യുമ്പോൾ വളരെ കുറച്ച് ശതമാനത്തിന് മാത്രമാണ് ജയിക്കുന്ന മുന്നണിയും തൊട്ടടുത്ത് നിൽക്കുന്ന തോറ്റ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ആത്യന്തികമായിട്ട് ഈ പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഇതൊന്നുമില്ലാത്ത, എന്നാൽ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഉന്നതമായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ജനങ്ങളുടെ വോട്ട് എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ജയാപജയങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഫലം ഇത് ചെയ്യുന്നത്. പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. LDF പറയുന്നത് ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കേന്ദ്രീകരിക്കുക എന്ന് വെച്ചാൽ UDF കേന്ദ്രീകരിക്കുകയാണെങ്കിൽ UDF വിജയസാധ്യത കൂടുതലാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഭാഗം പകുത്തെടുക്കുന്നതിനപ്പുറത്ത് BJP നയിക്കുന്ന NDA മത്സരരംഗത്തുണ്ട്. അവർ രണ്ടുപേരും UDFും NDAയും LDFിനെതിരാണ്. LDF ഭരണത്തിൻ്റെ മോശമായിട്ട് കാര്യങ്ങളാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭരണവിരുദ്ധ വികാരം ഡിവൈഡ് ചെയ്തു പോകാനുള്ള സാധ്യത
കൂടുതലാണ്. അപ്പോൾ ഒരു ഭാഗം അത് കോൺഗ്രസ്സിലേക്ക് പോവുകയും മറ്റൊരു ഭാഗം അത് BJPയിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് LDFന് വീണ്ടും ജയിച്ചു വരാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ അതങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാതെ അത് UDFയിലേക്ക് തന്നെയാണ് കേന്ദ്രീകരിക്കപ്പെടുന്നതെങ്കിൽ UDF ജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. NDAക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ NDA കേരളം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് വെച്ചാൽ, അങ്ങനെ കേരളം പിടിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു സ്റ്റാമ്പിങ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയണ്ടേ? ഈ തെരഞ്ഞെടുപ്പിലും അവരെങ്ങും ജയിക്കാത്ത സ്ഥിതിയിലേക്ക് വരിക, അല്ലെങ്കിൽ നിയമത്തെ വട്ടിയെടുക്കുക അവരെ മാത്രം ജയിക്കുന്ന സ്ഥിതിയിൽ വരിക. അങ്ങനെ വന്നാൽ വീണ്ടും ഈ BJP നയിക്കുന്ന NDA എന്ന് പറയുന്നതിന് കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ പ്രസക്തിയില്ല എന്ന ഫീലായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവർക്കൊരിക്കലും കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിയില്ല. അവരൊരു വിന്നിങ് ആയിട്ടുള്ള മുന്നണിയല്ല എന്ന തോന്നലുണ്ടാക്കുക. അതുകൊണ്ട് അവരും നല്ല രീതിയിൽ ഈ മത്സരരംഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യക്ഷത്തിൽ നാം കാണുന്ന ഈ പ്രവണതകൾക്കും ഒക്കെ അപ്പുറത്ത് ഒരുപാട് നേതാക്കന്മാർ തമ്മിലുള്ള കിടമത്സരങ്ങൾ, പല ഗ്രൂപ്പുകൾ, അതുകൂടാതെ അവരുടെ നേതൃതലത്തിലുള്ള ചില ആളുകളുടെ സവർണ ബോധത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഇത് ചെറിയ ഈ നമ്മുടെ നാട്ടിൽ പറവൂരിൽ തന്നെ ഒരു മുനിസിപ്പൽ ഇലക്ഷനിൽ സീറ്റ് കിട്ടാതെ ഒരു കോൺഗ്രസ് നേതാവ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് NDAയിൽ ചേർന്ന് പുള്ളിയെ NDAക്കാർ സ്ഥാനാർത്ഥിയാക്കി. കേവലം ഒരു വോട്ടിന് മാത്രമാണ് ആ കാൻഡിഡേറ്റ് തോറ്റത്. ആ കാൻഡിഡേറ്റ് പലപ്പോഴും ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ ഞാൻ നേരിട്ട് കാണുന്നുണ്ടായി, എനിക്ക് പരിചയമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ചില സുഹൃത്തുക്കളല്ലാതെ ഒരു NDA പ്രവർത്തകനും കൂടെ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ പറവൂരിലുള്ള പല വാർഡുകളിലും ഉണ്ടായിട്ടുണ്ട്. അതേസമയം അവർ തന്നെ നിർത്തിയ സവർണ കാൻഡിഡേറ്റ്സിൻ്റെ ഒപ്പം ഈ BJPയുടെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് കേരളത്തിലുടനീളമുള്ള NDA ഇതിനകത്ത് ഉള്ളൊരു വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ NDA സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ NDA ഇങ്ങനെ ഉള്ള വിഷയങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് നമ്മളീ പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരും. നമുക്കിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് അതൊരു ദളിത് സ്ഥാനാർത്ഥിയാണ്. കുന്നത്ത് നാട്ടിലാണ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കുന്നത്ത് നാട്ടിൽ ഈ കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NDA പുതിയ രൂപത്തിൽ വരികയാണ്. 2020യും അതേപോലെ തന്നെ NDAയും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് കുന്നത്നാട് വിജയം വരിക്കാനായിട്ട് കഴിയും എന്നുള്ള പ്രതീക്ഷ പോലും യഥാർത്ഥത്തിൽ NDA ഇപ്പോൾ വച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? എന്താണ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ബാബു ദിവാകരനാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് പരിഗണിച്ചു പോലുമില്ല. അങ്ങനെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുകയും രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ പോലും ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചില്ല. ഈ സമയത്താണ് പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിളിയോടെ എത്തുകയും ബാബു ദിവാകരൻ രണ്ടു വട്ടമൊന്നും ആലോചിച്ചില്ല, നേരെ പോയി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിത്തീർന്നു. തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിക്കുന്ന സമയത്ത് ഈ NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് കുന്നത്നാട് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന സ്വീകരണം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ജാതിബോധം, സവർണ മേധാവിത്വം അതൊക്കെ പ്രകടമാകണമെന്നില്ല. കാരണം അതൊരു സംവരണ മണ്ഡലമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മത്സരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകൾ. അവിടെ അതിശക്തമായിട്ടുള്ള രീതിയിൽ മത്സരം വരുമ്പോൾ അതൊരു വിന്നിങ് കാൻഡിഡേറ്റിൻ്റെ മത്സരമായിട്ട് മാറിത്തീരുന്ന സമയത്ത് ഈ പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. BJPയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്താണ് ബാബു ദിവാകരന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച വേണമെങ്കിൽ നമുക്കവിടെ കാണാം. പല സ്ഥലത്തും ഹരി പറഞ്ഞ പോലെയുള്ള എന്താണ് അസ്പർശ്യത എന്ന് പറയുന്നത് കണ്ടേക്കാം. എങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെ എന്താണ് ഈ സവർണ ബോധവുമായിട്ടൊന്നും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് കഴിയില്ല.